ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്ന മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് 21 ഡേയ്സ് കൊണ്ടിട്ട് നമ്മുടെ ഫേസ് നല്ല രീതിക്ക് ബ്രൈറ്റൻ ചെയ്യാനും ഒരു ഗ്ലോ കിട്ടാനും ഈവൻ ടോണിലേക്ക് ചേഞ്ച് ചെയ്യാനും സ്കിന്നിൻ്റെ ടെക്സ്ചറൊക്കെ ഒന്ന് സ്മൂത്തൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ശരിക്കും നമുക്ക് റിസൾട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. അതായത് ഞാനിപ്പം ഫേസിലാണ് ആക്ച്വലി ഇത് അപ്ലൈ ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ ഫേസിൽ വേറെ അധികം സ്കിൻ കെയർ റുട്ടീനൊക്കെ ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാ ദിവസവും നൈറ്റ് ടൈമിൽ എൻ്റെ കാലിൽ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ഞാനിപ്പം അറൗണ്ട് ഒരു 1 or 2 months എന്താണെങ്കിലും ആയിട്ടുണ്ട്. അപ്പോൾ അത്രയും ഡേയ്സ് കൊണ്ടിട്ട് എനിക്ക് നല്ല രീതിക്ക് വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. എൻ്റെ കാലൊക്കെ നല്ല രീതിക്ക് ഒരു കളർ ചേഞ്ചിങ്, അതായത് നമ്മുടെ കാല് കൂടുതൽ ഡ്രൈ ആവുമല്ലോ. പിന്നെ ഒരു നമ്മൾ സ്കിൻ കെയർ ഒക്കെ ആയിട്ട് കമ്പാരിസൺ ചെയ്യുമ്പോൾ, സ്കിൻ കെയർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ കൈയും അതേപോലെ തന്നെ ഫേസൊക്കെ ആയിട്ട് കമ്പാരിസൺ ചെയ്യുമ്പോൾ നമ്മൾ കെയറിങ് കുറച്ച് കുറവാണെങ്കിൽ നമ്മൾ കാല് ഭയങ്കരമായിട്ട് ഡ്രൈ മാത്രമല്ല ആകുന്നത്, പിന്നെന്താ പറയുക, ഒരു കറുപ്പ് പോലത്തെ ഫീലിംഗ്, ഒരു സുഖമില്ല. നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു ടെക്സ്ചർ വൈസ് ഒക്കെ ആണെങ്കിൽ ആകെപ്പാട് ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ അറിയാമല്ലോ, ചുക്കി ചുളിഞ്ഞ ഒരുമാതിരി രീതിക്കായിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് നല്ല രീതിക്ക് റിഡ്യൂസ് ചെയ്യാനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാനിത് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്തപ്പം എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ബോട്ടിൽ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം അത്യാവശ്യം ഞാൻ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ നോർമലി ഇതേപോലത്തെ ഓയിൽസൊക്കെ ആകുമ്പോൾ നമ്മൾ ഒരു 2 or 3 drops ഒക്കെ ഉള്ളൂ എടുക്കുകയുള്ളൂ. അപ്പോൾ ആക്ച്വലി ഇത് എന്തിനുള്ള ഓയിലാണെന്ന് നോക്കുകയാണെങ്കിൽ ഗ്ലോയിങ് സ്കിന്ന് മാത്രമല്ല, നല്ലൊരു ബ്രൈറ്റ്നെസ്സും ഈവൻ ടോണും അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഹെൽത്തി ഒക്കെ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഫേസ് ഓയിലാണ് കേട്ടോ. കബീവയുടെ, അതായത് കുങ്കുമാതി തൈലം, അതായത് ഇതിൽ മെയിൻ വന്നിട്ടുള്ളത് കുങ്കുമാതി എക്സ്ട്രാക്റ്റ് ആണ്. സോ കുങ്കുമപ്പൂവില്ലേ, നമ്മുടെ കുങ്കുമപ്പൂവിൻ്റെ ഒരു ഫേസ് ഓയിലാണ് കേട്ടോ. അപ്പോൾ ഈ കബീവയുടെ ബ്രാൻഡ് നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയ ബ്രാൻഡ് തന്നെയാണ്. 100% റിസൾട്ട് നൽകുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൽ 30 ml ഓഫ് പ്രൊഡക്റ്റാണ് വരുന്നത്. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് 699 ഒക്കെ ആണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഇപ്പം നമുക്ക് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ വ്യൂ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഓഫറൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ മിസ് ചെയ്യാണ്ട് ഇപ്പം തന്നെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ടൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ പിന്നെ മെലസ്മ പോലത്തെ സിറ്റുവേഷനൊക്കെ നല്ല രീതിക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ ബ്രൈറ്റ്നെസ് കൊണ്ടുവരും, നമ്മുടെ സ്കിന്ന് നല്ല യൂത്ത്ഫുൾ ആയിട്ട്, അതോടൊപ്പം തന്നെ നല്ലൊരു ബ്രൈറ്റനിങ് ഈവൻ ടോണിലും പിന്നെ നല്ലൊരു സ്മൂത്ത് ടെക്സ്ചറിലൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് ഓയിൽ തന്നെയാണ്. അപ്പോൾ ഇതേപോലത്തെ ബോട്ടിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാനും ഭയങ്കര ഈസിയാണ്. ആപ്ലിക്കേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ഈ സ്പില്ലർ ആയതുകൊണ്ടിട്ടേ നമുക്ക് ഇങ്ങനെ എടുത്താൽ മതി. അപ്പോൾ എപ്പോഴും നമ്മൾ ഫേസിലാണെങ്കിൽ ഒരു 3 or 4 drops എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് എൻ്റെ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം. നല്ല ലൈറ്റായിട്ടുള്ള വാട്ടർ ലൈക്ക് ടെക്സ്ചറാണ്. പിന്നെ നല്ല അമേസിങ് ആയിട്ടുള്ള നമുക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഫ്രാഗ്രൻസ് ആണ് കേട്ടോ. ഞാൻ കബീവയുടെ ഒട്ടുമിക്ക പ്രൊഡക്ട്സും യൂസ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഹെയർ ഓയിൽ എന്നൊക്കെ പറയുന്നത് നല്ല റിസൾട്ട് നൽകും. അതായത് നല്ല രീതിക്ക് ഹെയർ ഗ്രോത്തും പ്രൊമോട്ട് ചെയ്യും, ഡാൻഡ്രഫൊക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഫേഷ്യൽ ഓയിൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ ഓവറായിട്ട് എടുക്കണ്ട കേട്ടോ. നീഡഡ് ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്റ്റ് മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത് സ്യൂട്ടബിൾ ഫോർ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ ആയുർവേദിക് അല്ലെങ്കിൽ കുങ്കുമാതി തൈലം എന്നൊക്കെ കേൾക്കുമ്പം ആ സ്മെൽ വൈസ് ഒക്കെ വേറെ എന്തെങ്കിലും ഹെർബ് എൻറിച്ച്ഡ് ആയതുകൊണ്ടിട്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെടാത്ത സ്മെല്ലാണെന്നൊക്കെ എല്ലാവരും വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, നല്ല അമേസിങ് ആയിട്ടുള്ള മൈൽഡ് ആയിട്ടുള്ള നല്ലൊരു ജെൻറ്റിൽ ഫ്രാഗ്രൻസ് ആണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. യൂസ് ചെയ്യാനും നമുക്ക് എളുപ്പമാണ് ആപ്ലിക്കേഷൻ. ഇതേപോലത്തെ സ്പില്ലർ ടൈപ്പ് ബോട്ടിൽ ആയതുകൊണ്ട് തന്നെ ഇതിൽ സുപ്പീരിയർ ക്വാളിറ്റി ഓഫ്, അതായത് നമ്മുടെ സാഫ്രോണില്ലേ, കുങ്കുമം ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ അടിയിൽ നമ്മുടെ കുങ്കുമം കിടപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ സ്കിന്നിൻ്റെ റേഡിയൻസ് നല്ല രീതിക്ക് നാച്ചുറലായിട്ട് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ അടുത്തായിട്ട് ജോജോബ ഓയിൽ. ഈ ജോജോബ ഓയിൽ എന്ന് പറയുന്നത് റെഡ്നെസ് പോലത്തുള്ള കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാനും പിന്നെ നമ്മുടെ മെലാനിൻ പ്രൊഡക്ഷൻ ഉണ്ടല്ലോ ഒന്ന് ഇൻഹിബിറ്റ് ചെയ്യും കേട്ടോ, റെഡ്യൂസ് ചെയ്യും. മെലാനിൻ ഓവറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ സ്കിന്ന് ഡാർക്കർ ആവുന്നത്. സോ അത് കാരണം പിഗ്മെൻറ്റേഷനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിൽ വരും. സോ അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ജോജോബ ഓയിലാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ 100% ഹെർബ് എൻറിച്ച്ഡ് ആയിട്ടുള്ള നാച്ചുറൽ ആക്റ്റീവ്സ് ആണ് ഈ ഒരു ഓയിലിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. പിന്നെ ഇത് അലർജിക് റിയാക്ഷൻസോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും തന്നെ ആരുടെയും സ്കിന്നിൽ ഇത് അപ്ലൈ ചെയ്താൽ ഉണ്ടാവില്ല. പക്ഷേ എങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, എപ്പോഴും കൂൾ ആൻഡ് ഡ്രൈ പ്ലേസിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഇതിൻ്റെ ഷെൽഫ് ലൈഫ് എന്തുമാത്രമാണെന്ന് നോക്കുകയാണെങ്കിൽ അറൗണ്ട് 2 year ഷെൽഫ് ലൈഫാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ ധാരാളം മറ്റ് ഇൻഗ്രീഡിയൻസ് ഉണ്ട് കേട്ടോ.
ഇതിനകത്ത് ചീറ്റായോ അങ്ങനെ എന്തോ പറഞ്ഞ ഒരു ആക്റ്റീവ്സ് ഉണ്ട്. സോ അത് നമ്മുടെ ടോപ്പായിട്ടുള്ള ഡള്ളായിട്ടുള്ള സ്കിൻ ഉണ്ടല്ലോ അത് റിമൂവ് ചെയ്തിട്ട് അല്ലെങ്കിൽ റീജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് കാരണവും പിഗ്മെൻറ്റേഷനും മെലസ്മ ഡൾനെസ് ഒക്കെ മാറ്റി നല്ലൊരു ബ്രൈറ്റനിങ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ഇതിൽ ജസ്റ്റ് ഞാനിപ്പോൾ പറഞ്ഞ പോലെ ജോജോബയോ കുങ്കുമോ അതോടൊപ്പം തന്നെ ഇപ്പം ഞാൻ വേറൊരു എക്സ്ട്രാക്റ്റും കൂടെ പറഞ്ഞല്ലോ, അത് കൂടാണ്ട് ധാരാളം ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട്. ഓരോന്നും നോക്കുകയാണെങ്കിൽ ഗ്രീൻ ടീയുടെ ഉണ്ട്, അതോടൊപ്പം തന്നെ സൺഫ്ലവർ ഓയിലിൻ്റെ എക്സ്ട്രാക്ട്സ് ഉണ്ട്, പിന്നെ പലതരം സീഡ് അതായത് മെഡോ ഫോം സീഡ് ഓയിൽ, അങ്ങനെ കുറേ അധികം ഇൻഗ്രീഡിയൻസിൻ്റെ കോക്കനട്ട് ഓയിലൊക്കെ ഉണ്ട് കേട്ടോ. കുറേ അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഇൻഫ്യൂഷനാണ് ഈ ഒരു ഗ്ലോ ഫേസ് ഓയിൽ. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ട് ഇത്രത്തോളം ആയിട്ടുണ്ട് പ്രൊഡക്റ്റ്. അപ്പോൾ ഇവരുടെ ഫേഷ്യൽ ഓയിൽ വേറെ, അതായത് അശ്വഗന്ധ ഫേഷ്യൽ ഓയിലൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ നല്ല റിസൾട്ട് നൽകുന്നതാണ്. പിന്നെ നമുക്ക് യൂസ് ചെയ്താൽ 100% റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ നേരൊരു ടേം പറഞ്ഞല്ലോ, അതിൻ്റെ ഹെൽപ്പ് കൊണ്ടിട്ട് നമ്മുടെ റീജനറേറ്റ് ചെയ്യുന്ന, അതായത് നമ്മുടെ ഡള്ളായിട്ടുള്ള സ്കിന്നൊക്കെ റീജനറേറ്റ് ചെയ്യുന്ന. അപ്പോൾ അത് എത്ര ദിവസം കൊണ്ട് റീജനറേറ്റ് ചെയ്ത് നമുക്ക് വിസിബിൾ റിസൾട്ട് കിട്ടുകയെന്ന് നോക്കുകയാണെങ്കിൽ 21 ഡേയ്സ് കൊണ്ടിട്ട് നല്ല രീതിക്ക് റിസൾട്ട് നമ്മുടെ സ്കിന്നിൽ വിസിബിൾ ആവും. അപ്പോൾ ഇത് ഞാൻ ഹോണസ്റ്റ്ലി എടുക്കുന്ന വീഡിയോ ആണ്. മറ്റ് വീഡിയോസ് ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഹോണസ്റ്റ്ലിയൊക്കെയാണ് പറയുന്നത്. ഇത് ഞാൻ മെയിൻലി പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ 21 ഡേയ്സ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ഒരു 21 ദിവസം നന്നായിട്ട് നോക്കി. അതിനുശേഷം ഞാനിപ്പോൾ കണ്ടിന്യൂസ്ലി അപ്ലൈ ചെയ്യുന്നുണ്ട്. 21 ദിവസം കൊണ്ടിട്ട് എനിക്ക് നല്ല രീതിക്ക് റിസൾട്ട് കിട്ടി. അത് ഞാൻ കാലിലാണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കാലിൽ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടി. അപ്പോൾ ഗ്ലോ ഫേസ് ഓയിൽ എനിക്ക് തോന്നുന്നു നമ്മൾ AM ആൻഡ് PM റുട്ടീനിൽ അപ്ലൈ ചെയ്യണം എന്നാണ് തോന്നുന്നത് കേട്ടോ. അതെനിക്ക് മറന്നു. ഞാനിപ്പോൾ നൈറ്റ് ടൈമിൽ മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത്. 2 or 3 ഡ്രോപ്സ് എടുത്തിട്ട് കാലിൽ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ എന്താണെങ്കിലും വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാൻ കേട്ടോ. ഇതിൻ്റെ അകത്തെ ഈ ബോട്ടിൽ ഇവർ കൊടുത്തിട്ടില്ല. പണ്ട് ഞാൻ ഓൾറെഡി ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ എന്ന്. സ്റ്റോറിനെ കൂൾ ആൻഡ് ഡ്രൈ പ്ലേസ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സൺലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ഏരിയയിലൊന്നും നിങ്ങൾ കൊണ്ടുവയ്ക്കരുത് കേട്ടോ. ഇങ്ങനത്തെ ഫേഷ്യൽ പ്രൊഡക്ട്സും പിന്നെ സൺലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ഏരിയയിൽ കൊണ്ടുവച്ചാൽ ഇത് വേറെ രീതിക്ക് ചേഞ്ച് ആയി പോകും. അതുകൊണ്ടിട്ടാണ് ഇതിൻ്റെ ആ ഒരു ഗുണങ്ങളും കാര്യങ്ങളൊക്കെ പോകും, എഫക്ട്സ് ഒക്കെ പോകും. അതുകൊണ്ട് പ്രത്യേകം ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് എവേ ഫ്രം സൺലൈറ്റ്, അതായത് എപ്പോഴും നമ്മൾ ഷെൽഫിൽ കീപ്പ് ചെയ്യുമ്പോഴേ സൺലൈറ്റ് ഒന്നും എമിറ്റ് ചെയ്യാത്ത ഏരിയയിൽ മാക്സിമം കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുകയാണെങ്കിൽ ഐഡിയൽ ഫോർ ബോത്ത് മെൻ ആൻഡ് വുമൻ. സോ ഇതൊരു യൂണിസെക്സ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അതോടൊപ്പം തന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ എല്ലാ സ്കിൻ ടൈപ്പ്, അതായത് കോമ്പിനേഷൻ സെൻസിറ്റീവ്, ഓയിലി, നോർമൽ, ഡ്രൈ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ശരിക്കും നമുക്ക് റിസൾട്ട് നൽകുന്ന നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ എന്ന് നമുക്ക് ഒറ്റ വേർഡിൽ പറയാൻ പറ്റും. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വ്യൂ പ്രൊഡക്റ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ. എനിക്ക് തോന്നുന്നു ഇത് ഫേഷ്യൽ ഓയിൽ അല്ലേ, അതോടൊപ്പം തന്നെ നമുക്ക് AM ആൻഡ് PM റുട്ടീനിൽ യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ക്ലെൻസ് ചെയ്തിട്ട് നമ്മൾ ടോണർ യൂസ് ചെയ്തിട്ട് സെറമൊക്കെ യൂസ് ചെയ്തതിന് ശേഷമാണ് ഫേഷ്യൽ ഓയിൽ നമ്മൾ അപ്ലൈ ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഇത് നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ ആഴ്ന്നിറങ്ങിയെന്ന് ഉറപ്പ് വരുന്ന സമയത്ത് നമ്മൾ അബ്സോർവ് ആയെന്ന് നമുക്ക് തന്നെ ഉറപ്പുണ്ടല്ലോ. അതിനുശേഷം വേണം മോയ്സ്ചറൈസറും സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫേഷ്യൽ ഓയിൽസ് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യേണ്ടത്.